ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടെറസിലെ പച്ചക്കറി കൃഷി ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എന്ത് പറ്റി ഇപ്പോൾ ടെറസിലെ കൃഷി കാണിക്കുന്നില്ലല്ലോ, ടെറസിലെ കൃഷി ചെയ്യുന്നില്ലയോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ടെറസിൽ നമ്മൾ വിശാലമായ ഷോറൂം ഒരുക്കിയേക്കുവാണ് പച്ചക്കറികളൊക്കെ ആയിട്ട്. നമ്മുടെ ശീതകാല പച്ചക്കറിയായ ക്യാബേജും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് റിസൾട്ട് കിട്ടിയത് മേളിലാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അതുണ്ട്. അതുകൂടാതെ നമ്മുടെ പയർ ഇതാണ്ട് ഇത് കണ്ടോ, ഈ നിൽക്കുന്ന പയറും അങ്ങനെ പല പല കൃഷികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടെറസ് ഫാമിങ്ങിലെ ഒരു ടൂറാണ് അല്ലേ? നമുക്കൊന്ന് നോക്കാം അല്ലേ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ പിന്നെ ഇടയ്ക്കൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ തെന്നി ഒക്കെ വീഴാനൊക്കെ സാധ്യതയുണ്ട്, കാരണം ഈ പൂപ്പായിലൊക്കെ പിടിച്ചിട്ട്. അപ്പം പിന്നെ അങ്ങനെ ഈ മഴപ്പരുവത്തിൽ കഴിവതും ആൾക്കാർ പിന്നെ പ്രത്യേകിച്ച് പ്രായമുള്ളവർ കുഞ്ഞുങ്ങളൊക്കെ ഈ ടെറസിൽ കയറുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ പൂപ്പായിലൊക്കെ നമ്മൾ തൂത്ത് വൃത്തിയാക്കി, എപ്പോഴും നമ്മളൊന്ന് വൃത്തിയാക്കി ഇടാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷേ ഇപ്പം നമ്മുടെ അതിനകത്തും കുറച്ചൊക്കെ പൂപ്പാലുണ്ട്. ഉണങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ വന്ന് ഇടയ്ക്ക് തൂക്കാറുമുണ്ട്. അപ്പം നമ്മുടെ ഈ ടെറസിലെ ടൂർ നമുക്കൊന്ന് കാണാം. ആദ്യം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ടെറസിലെ പയറാണ്. നമ്മൾ ഓണം ചാലഞ്ചിന് നട്ട പയറാണ്. അപ്പോൾ ഇഷ്ടം പോലെ പയർ അതിനകത്ത് ഉണ്ട്. നല്ല നീളത്തിലുള്ള പയറാണ് നമുക്ക് പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഇഷ്ടം പോലെ പറിക്കുകയും ചെയ്ത് തോരനൊക്കെ വെച്ച് മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി പിന്നെയും അതിനകത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓണം ചാലഞ്ചിന് കൃഷി ചെയ്തവരുടെ വീട്ടിൽ എന്തായാലും ഇത്രയും വലിയ പയറൊക്കെ കാണും. കണ്ടില്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്നും പറയില്ല, നിങ്ങൾ ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കണ്ട് എത്ര പയറാണെന്നുണ്ട്. ഇപ്രാവശ്യം ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നല്ലേ കഴിഞ്ഞ വർഷത്തേക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇലയൊക്കെ നുള്ളി കൊടുക്കുക, പിന്നെ അതിൻ്റെ അറ്റം നുള്ളി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ പയർ പിടിക്കുമെന്ന് നമ്മളൊരു വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്തിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ പയർ പിടിക്കുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേ പേര് വിഷമം പറയാറുണ്ട്, എനിക്ക് പയറൊന്നും പിടിക്കുന്നില്ല, പന്നലായി പോകുന്നുണ്ട്, പഴുത്തു പോകുന്നുണ്ട്, വാടി പോകുന്നുണ്ടെന്നൊക്കെ. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ കെയർ കൊടുക്കുക. പിന്നെ അതേപോലെ കഞ്ഞിവെള്ളത്തിൽ പിന്നെ ഈ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചാൽ ഇഷ്ടം പോലെ പയറൊക്കെ നിങ്ങൾക്ക് പിടിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടശല്യം ഇച്ചിരി കുറയും നമ്മൾ താഴെ ചെയ്യുന്നതിനൊക്കെ. നമ്മൾ താഴെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുഞ്ഞയും എന്താ പറയുന്നത് ചാഴി എല്ലാം വന്നിട്ട് നമ്മുടെ പയറിനെല്ലാം നശിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മേളിൽ നട്ട് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ഇത് വരുന്നില്ല, വരും പക്ഷെ വലുതായിട്ട് ആക്രമണമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പല കൃഷിയും മേളിലോട്ട് തന്നെ ആക്കി. ഇപ്പോൾ ഗ്രോ ബാഗ് ടെറസുമായിട്ട് തട്ടാത്ത രീതി വേണം വയ്ക്കാനും. നമ്മൾ ചിരട്ട വെച്ചോ ഇഷ്ടിക വെച്ചോ ഓട് വെച്ചിട്ടോ വേണം ഇത് പൊക്കി വയ്ക്കാനായിട്ട്. കഴിഞ്ഞ ഇപ്രാവശ്യം നമ്മൾ 2 പൈപ്പ് വെച്ചിട്ട് വരെ അത് പൊക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിക്കാം കേട്ടോ, വഴിയെ കാണിക്കാം. ഇപ്പം നിങ്ങളുടെ ഈ ഇഷ്ടിക ഇല്ലെങ്കിൽ ഓട് വെക്കാം, ഓടില്ലെങ്കിൽ ചിരട്ട വെക്കാം. എന്തായാലും വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ചിരട്ട എന്തായാലും കൊണ്ട് കത്തിച്ച് കളയും, അല്ലെങ്കിൽ കൊണ്ട് വേസ്റ്റ് കളയും. അതൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗ്രോ ബാഗിനെ പൊക്കി വെക്കാനായിട്ട് പറ്റും. അത് വെക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് വരാതിരിക്കാനാണ്. പിന്നെ ഇത് ഗ്രോ ബാഗിനകത്ത് വെള്ളം തട്ടി നിൽക്കാത്ത രീതിയിൽ വെള്ളം അങ്ങ് ഒഴുകിപ്പോക്കോളൂ. അതിനകത്ത് ചിരട്ടയൊക്കെ ആകുമ്പോഴാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ചിരട്ട വെക്കുന്നത്. ഇഷ്ടിക വെച്ചാലും നല്ലതായിരുന്നു. പിന്നെ മേളിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ് ഈ ഇഷ്ടികയൊക്കെ മേളിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ നമ്മുടെ ഗ്രാവൽ ബാഗ്സ് ഉണ്ട്. നമ്മുടെ പച്ച ഗ്രോ ബാഗിൻ്റെ കൂടെ നമ്മൾ ഒരു എന്താ പറയുക ഗ്രാവൽ ബാഗ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കിട്ടില്ല എന്നുള്ളവർ ഈ ഉള്ളിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുമല്ലോ, നെറ്റിൻ്റെ. അതിനകത്ത് നമ്മൾ ചരൽ നിറച്ചാലും നമുക്ക് വളരെയധികം പ്രയോജനം. നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല എങ്കിൽ തന്നെയും നമ്മൾ കിട്ടുന്നത് കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇഷ്ടം പോലെ പയർ കിട്ടി, നല്ല ആരോഗ്യമുള്ള പയറൊക്കെ കിട്ടി. ഇപ്പോൾ ഇതൊക്കെ അവസാനത്തോളം ആയിക്കഴിഞ്ഞു. അപ്പം പിന്നെ നമ്മളിത് പിടുത്തം കഴിയുമ്പോൾ നമ്മൾ അടുത്തത് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് പന്തലിലോട്ട് കയറാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം പല ഘട്ടമായിട്ട് വേണം നമ്മൾ പയർ നടാനായിട്ട്. ഇപ്പം ഇഷ്ടം പോലെ പയർ നിന്ന് തോരൻ വയ്ക്കുകയും നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പം നമുക്കിനി അടുത്ത കൃഷി കാണാം. ഉണ്ടല്ലേ, നമ്മുടെ നല്ല നീളമുള്ള പയറായിരുന്നു പിടിച്ചത്. 24 മണി പയറിൻ്റെ പയറാണിത് കണ്ടോ. അപ്പം ഇഷ്ടം പോലെ പയർ പിടിക്കാനായിട്ട് ഞാൻ ഓരോ ട്രിക്കും ട്രിപ്സ് ഇഷ്ടം പോലെ പയർ പിടിക്കാനായിട്ട് ഞാനൊരു ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകളൊക്കെ നുള്ളി കൊടുക്കുക, അതുപോലെ തന്നെ മണ്ട നുള്ളി കൊടുക്കുക. അപ്പോഴും നമുക്ക് ഇഷ്ടം പോലെ പയർ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചുകൊണ്ടൊന്ന് ഒഴിച്ചാൽ നമ്മുടെ ഇതിൻ്റെ വാട്ടമൊക്കെ മാറി കിട്ടിയിട്ട് നല്ല രീതിയിൽ പയറൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ മുഞ്ഞയ്ക്ക് അതുപോലെ പുഴു കയറുമ്പോൾ ഒക്കെ ഉള്ളതായ പ്രതിവിധികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പം എപ്പോഴും പറഞ്ഞാൽ അതൊരു ബോറായി മാറും. എന്നാലും നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, അപ്പോൾ ഈ പയറിനകത്ത് മുഞ്ഞ പുഴു ഒക്കെ ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുവേണമെന്നറിയാമോ? വിവേറിയ എന്ന് പറയുന്നതായ കീടനാശിനി, ജൈവ കീടനാശിനിയാണ്. അത് 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഈ ഇലയിലും പൂവിലും ചുവട്ടിലും ഒക്കെ സ്പ്രേ ചെയ്താൽ നമുക്ക് നല്ല പ്രയോജനം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് ഒരു ദിവസം ഒഴിച്ചാൽ നമുക്ക് അതിൻ്റെ കീടങ്ങളൊന്നും പോയി കിട്ടത്തില്ല. ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും ഇത് തളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് ഇതിനകത്തുനിന്ന് മോചനം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലുപരിയായിട്ട് തന്നെ നമ്മുടെ ഒരു നോട്ടവും കെയറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുഴുക്കളെയൊക്കെ നമുക്ക് കൊന്നുകളയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുഞ്ഞയൊക്കെ നമുക്ക് തുടക്കത്തിൽ കണ്ടുപിടിച്ച് നശിപ്പിക്കാന്നുണ്ടെങ്കിൽ നല്ല പ്രയോജനം കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ടെറസിൽ നട്ടിരിക്കുന്നത് തക്കാളിയാണ്. തക്കാളിയൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പം തക്കാളിയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു കമ്പൊക്കെ കുത്തി കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട്, കമ്പ് കുത്തി കൊടുത്താൽ മാത്രം പോരാ, അതിനകത്തൊരു കെട്ടൊക്കെ കെട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കാറ്റത്തും മഴയത്തും ഒന്നും വീഴാതെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതായ ഇതിനകത്തുനിന്ന് പ്രതിഫലം കിട്ടുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് രാത്രി സമാധാനം കിട്ടത്തില്ല. ഇത് നമ്മുടെ തക്കാളിയൊക്കെ എന്തായി പോയോ എന്നൊക്കെ ഉള്ളൊരു വെപ്രാളമായിരിക്കും നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ തക്കാളിയൊക്കെ നല്ല ബലത്തിൽ ഈ ചെടി നിന്നോളും. ഇതിപ്പോൾ ഇത് മേളിൽ അത് അവിടെ ഒരു കെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഇത് തന്നെ കണ്ടില്ലേ, ഇത് കുറേ ചീര ഇവിടെ നിന്നത്, അതിൻ്റെ പൂക്കൾ ഇത് പിന്നെ ഒരു തക്കാളിയുടെ മൂട്ടിലോട്ട് വെറുതെ ഒരു ചീര ഇങ്ങനെ കൊഴിച്ചിട്ടയാണ് പൂ പിടിച്ചിങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നു. അത് കൊഴിച്ചിട്ടപ്പോഴെല്ലാം കൂടെ കിളിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഒരു കുറേ ഉണ്ട്, 1 ഏക്കർ നടാനുള്ള ചീരത്തൈ ഉണ്ട്. ഇത് നമ്മുടെ പീച്ചിൽ നട്ടിട്ട് കുറേ നാളായി. പീച്ചിൽ വെട്ടിക്കളയാനുള്ള സമയമൊക്കെ ആയെന്ന് കരുതിയിരുന്നു. പക്ഷേ പിന്നെയും അതിനകത്ത് കാ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുമ്പ്, അതായത് ഇതിൻ്റെ അറ്റഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ പിന്നെയും അതിനകത്ത് നിന്ന് നല്ല തളർപ്പുകൾ വരികയും അതിനകത്ത് നല്ല പൂക്കളും കായകളും ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ പിടിച്ചതാണിത്. ഞാനത് ഗ്രോ ബാഗിൽ ഒഴിച്ചെടുക്കാമെന്ന് കരുതി ഇരുന്നതായിരുന്നു. പിന്നെയും കൊണ്ടുവന്നിട്ട് കുറച്ച് കിച്ചൺ വേസ്റ്റൊക്കെ അരച്ച് കലക്കിയൊക്കെ ഒഴിച്ചു. അങ്ങനെ ഈ പിന്നെ എൻ്റെ കൊമ്പ് ഒന്ന് നുള്ളി കൊടുത്തപ്പോൾ നല്ലതുപോലെ പിന്നെയും കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങി. കണ്ടില്ലേ, നല്ല നീളമുള്ള കായൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പീച്ചിൽ കണ്ടാൽ വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇലയൊക്കെ പോയി, കണ്ടില്ലേ? എന്നിട്ട് പോലും അതിനകത്ത് തണ്ട ഇങ്ങനെ പിന്നെയും വെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെയും തണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് പിന്നെയും ഇതിനകത്ത് ചെറിയ പൂക്കളും കായകളും ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ പഴയ വെണ്ടയ്ക്ക, ഇതിനകത്ത് കിച്ചൺ വേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വളമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, താഴെ നല്ല ഇങ്ങനെ കാ പിടിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊരു 5-6 മുണ്ട്. ഇതും അതേപോലെ ഗ്രോ ബാഗിഞ്ഞ് ഒഴിച്ചെടുക്കാമെന്ന് പറഞ്ഞിരുന്നതായിരുന്നു. എന്നാലും കുറച്ച് കിച്ചൺ വേസ്റ്റൊക്കെ കലക്കി ഒഴിച്ച് നോക്കട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ നിർത്തിയപ്പോൾ ആദ്യം പിടിച്ചതിനേക്കാളും പിന്നെയും കായൊക്കെ ഇതിനകത്ത് വരാനായിട്ട് തുടങ്ങി. അത് കണ്ടോ, ഇവിടെയൊക്കെ ഇലയൊക്കെ നല്ല പുതിയ വെണ്ടയ്ക്ക വരുന്ന മാതിരിയാണ്. കണ്ടല്ലേ, നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത് കണ്ടോ. എല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വെണ്ടയ്ക്ക, കൊമ്പം വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ടോ, നല്ല ആരോഗ്യത്തോടെ കണ്ടോ. ഇതൊക്കെ നമ്മുടെ ഓണം ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ളതാണിത്. ഇതാ നോക്കിക്കേ, എപ്പം വന്നാലും ഇതിനകത്ത് നിന്ന് എനിക്ക് വെണ്ടയ്ക്ക കിട്ടും. ഞാൻ ടെറസിൽ എന്നും രാവിലെ വന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് വേണ്ടതായ തോരനോ മെഴുക്കുവരട്ടിക്കോ വേണ്ടതായ സാധനങ്ങൾ എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കൊമ്പം വെണ്ടയ്ക്ക നിൽക്കുന്നു. കാരണം ആദ്യം പിടിച്ചത് തന്നെ ഞാൻ വിത്തിനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ പഴുത്ത ഇലയൊക്കെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അങ്ങ് പിച്ചി മാറ്റി കളഞ്ഞേക്കുക. എല്ലാവർക്കും പഴുക്കണം ഉണങ്ങണമെന്നൊക്കെ തോന്നും. അതുകൊണ്ട് അപ്പോഴേ അവരെ അങ്ങ് മാറ്റി കളഞ്ഞേക്കണം. അപ്പം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് ഇത്രയും പിന്നെ ഒരു 5-6 ആനക്കൊമ്പം വെണ്ടയുള്ളെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അതിനകത്ത് പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ നടുന്നതിലല്ല കാര്യം, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ളതെങ്കിലും നട്ടുപിടിപ്പിക്കുക, അതിനെ നല്ല കെയർ കൊടുക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് നമ്മൾ 1 ഏക്കറിനെ നട്ടിട്ട് നമുക്ക് എല്ലാത്തിനും ഒന്നും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടത് മാത്രം നടുക, അതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ കൊടുക്കുക, അതാണ് വേണ്ടത്. ഒരു കുഞ്ഞു കുമ്പളം നട്ടതാണ്, അത് ഒരു കായൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നേരത്തെ ഒരു കുഞ്ഞു കുമ്പളം പിടിച്ചായിരുന്നു കേട്ടോ. ഇവിടെ ഒരെണ്ണം പിടിച്ചു വരുന്നുണ്ട്. ഇതൊരു പടവലം, നാഗപടവലമാണിത്. നല്ല നീളമുള്ള പടവലമൊക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വലിയ ആരോഗ്യമൊന്നുമില്ല. ഇനി ഇതിനെ നല്ല ആരോഗ്യത്തോടെയൊക്കെ വളർത്തിയെടുക്കണം. ഒരു ദിവസം ഇനി അതിനെ
ആരോഗ്യവതിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ദുഷ്മൻ, ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. മമ്മിയുടെ ഫേവറേറ്റ് ആണ്. നോക്ക്, ഇതിനെ കണ്ട ആരാടാ അങ്ങനെ പറയുന്നത്? ഇന്ന് സുന്ദരനായിട്ടാണ് നിൽക്കുന്നത്, സുന്ദരിക്കുട്ടി. പെട്ടെന്നൊന്നും തീരത്തേ ഇല്ല, വർഷങ്ങളോളം നിന്നോളൂ. ഇപ്പൊ അതൊരു പുതിയ ഇത് കിട്ടിയതാണ് നമുക്ക്, ആന്റി വന്നിട്ടേ. അത് വെള്ളം നല്ലതുപോലെ പിടിക്കുന്നുണ്ട് അതിനകത്ത്, പല കളറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചിയുടെ ആണ്ട് വന്നപ്പോഴും സാമ്പാർ ഉണ്ടാക്കാൻ നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിയതേ ഇല്ലല്ലോ. എല്ലാം ഇവിടുത്തെ പച്ചക്കറി വെച്ചിട്ടാണ് നമ്മൾ പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയത്, ഇഡലിയും സാമ്പാറും. ഇതിനകത്തൊക്കെ പിടിച്ചു വരുന്നുണ്ട്. എനിക്കിഷ്ടം പോലെ ഇതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങയാണെങ്കിലും വെണ്ടയ്ക്കയാണെങ്കിലും നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട വരുന്നില്ല. അതല്ല, അല്ലെങ്കിൽ 10-25 പേർക്ക് സാമ്പാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ പച്ചക്കറികൾ വാങ്ങണ്ടേ. ഇപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ ഇത്രയും കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് നല്ലതാണ് അതൊക്കെ. 10-25 പേർക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ സാമ്പാർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം നമ്മളൊന്ന് ഒരു കെയർ കൊടുത്താൽ മാത്രം മതി. നമുക്ക് വേണ്ടതായ പച്ചക്കറികൾ ഒരു 4-5 എണ്ണം ആണെങ്കിൽ തന്നെയും നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും. ഇപ്പം ചേന, ചേമ്പ്, കായ, വഴുതനങ്ങ, വെണ്ടയ്ക്ക, കോവയ്ക്ക എല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞിടുമ്പോഴും നമുക്ക് നല്ല ഒന്നാന്തരം ഒരു സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഉള്ളി വാങ്ങിച്ചാൽ മതിയല്ലോ, തക്കാളിയൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഇത് നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഇപ്പോൾ അപ്പുറത്ത് ഇരുന്നത്, ടെറസിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇരുന്നായിരുന്നു. ഇപ്പോൾ എല്ലാം നമ്മളെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. നമ്മളിപ്പോൾ ഈ പയറും ഒക്കെ പടർന്ന് വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ തണലും കൂടെ കിട്ടുന്നുണ്ട്. വലിയ വാട്ടമൊന്നുമില്ല നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം എടുത്ത് ലൈനായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ടെറസിൽ ചെയ്യുമ്പോൾ നല്ല അടുക്കും ചിട്ടയായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ വെക്കാതെ ഒരു ലൈനായിട്ട് നമ്മൾ വെച്ചാൽ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. നമുക്ക് വെള്ളം ഒഴിക്കാനും ഒക്കെ നല്ല ഇതായിട്ട് പറ്റും. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി, ചുടുകട്ടയൊക്കെ ഒന്ന് മാറ്റിയിട്ട് തൂത്തൊക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ പൂപ്പാല് പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യമില്ലാത്ത 3-4 കുട്ടികളുണ്ട്. അവരെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടതായ സ്പൂൺ ഫീഡിങ് ഒക്കെ കൊടുത്ത് അവരെ പ്രത്യേകം ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം മെറും പറയുന്ന മമ്മി അങ്ങനെ അവരെ വേറെ നിർത്തണ്ട, അപ്പം ഈ കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് നിർത്തിയാൽ, ആരോഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് നിർത്തിയാൽ അവരും ആരോഗ്യമുള്ളവരായിട്ട് അങ്ങ് വളർന്നു വരുമെന്നാണ് മെറും പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി അത് ശരിയാണെന്ന്. അപ്പം എന്നാലും അവരെ ഞാൻ അടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു കെയർ കൊടുത്തിട്ട് അവരെ ഈ കൂട്ടത്തിലോട്ട് ആക്കാവുന്നതായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് കാണാം. ഇത് കണ്ടല്ലേ, 4 പേര് ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് വളരെ ആരോഗ്യം കുറവാണ്. അപ്പോൾ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധയൊക്കെ കൊടുത്തിട്ട് ചൂടൊക്കെ ഒന്ന് ആരോഗ്യമുള്ളവരാക്കിയിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് കരുതിയിരിക്കാം. ഓണം ചലഞ്ചിൻ്റെ പയറൊക്കെ നമ്മൾ വിളവെടുപ്പൊക്കെ കഴിയാറായി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത പയർ നമ്മൾ നട്ടുപിടിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ അടുത്ത പയർ നമ്മുടെ അത് പന്തലിലോട്ട് കയറാൻ തുടങ്ങി, അതിനകത്ത് കായൊക്കെ വരാനായിട്ടും തുടങ്ങി. അപ്പോൾ നമ്മൾ ഒന്ന് തീരുന്നതിന് മുമ്പ് നമ്മൾ അടുത്തത് പാകി വെക്കണം. ഏതാണെങ്കിലും, വെണ്ടയ്ക്കാണെങ്കിലും പയറാണെങ്കിലും വഴുതനങ്ങയാണെങ്കിലും നമ്മൾ പയർ പ്രത്യേകിച്ച്, കാരണം ഒരു 2-3 മാസം വരെയൊക്കെ അത് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത പയർ നമ്മൾ ഒരു മൂത്ത പയറിൻ്റെ 2-ാം മാസം ആകുമ്പോഴത്തേക്ക് അടുത്ത പയർ നമ്മൾ നട്ടിരിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും പച്ചക്കറികൾ ഇങ്ങനെ കാണും. അപ്പോൾ ഇതെല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ അത്യാവശ്യം പാവലാണ്. ഒരു 3-4 മൂട് പാവലും കൂടെ ഇവിടെ നട്ടിട്ടുണ്ട്. അതും വലിയ കുഴപ്പമില്ലാതൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ മുളക്, ഇതിപ്പം ടെറസിൽ 2 മൂട് പച്ചമുളകേ കൊണ്ടുവച്ചിട്ടുള്ളൂ. ഇത് പച്ചക്കറി മുളകും, ഇത് നല്ലൊരു ഉണ്ടമുളകുമാണ് വളർന്നു വരുന്നത്. ഇപ്പം 2 എണ്ണം നട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പം 2 നല്ല ആരോഗ്യത്തോടെ വളർന്ന് വരുന്നുണ്ട്. മുകളിൽ പന്തലൊരുക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചാൽ 2 പിന്നെ ഇത് കമ്പിയുടെ തൂണ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും 2 തൂണ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ജോയിൻ ചെയ്ത് കയറ് വലിച്ചു കെട്ടിയിട്ടാണ് ഇതിനകത്ത് പന്തലൊക്കെ കെട്ടിയിട്ട് നമ്മളിതെല്ലാം വലിച്ച് കെട്ടിയിരിക്കുന്നത്. ഇത് ഈ കമ്പിയെ തന്നെ നീളത്തിൽ ഒരു കമ്പിയും കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കയറ് വലിച്ചു കെട്ടാം, ഇങ്ങനെ അറ്റത്തു നിന്നും വലിച്ചു കെട്ടാം. അപ്പം ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഇതിൻ്റെ ഒരു വീഡിയോ, പന്തലൊരുക്കുന്ന ഒരു വീഡിയോ നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറ് വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ പിന്നെ നമ്മുടെ പട്ടിയിലൊക്കെ കൊണ്ടുവച്ചിട്ടൊക്കെയാണ് ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാം നിൽക്കുന്നത്. പിന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായി പന്തൽ കെട്ടിയിട്ട്. അച്ഛനായിരുന്നു ഇതൊക്കെ ഹെൽപ്പ് ചെയ്തത്. പന്തലൊക്കെ ഇടാനും ഓരോന്ന് നട്ടുപിടിപ്പിക്കാനും ഒക്കെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ചെടി വെക്കാൻ, എനിക്കതെല്ലാം മണ്ണ് നിറച്ച് തരാൻ. നടുന്നതെല്ലാം ഞാൻ നട്ടോണം, പക്ഷേ എല്ലാം ചെയ്ത് സഹായിച്ചൊക്കെ തരുന്ന വെച്ചാലായിരുന്നു. അപ്പോൾ അവിടെ ബാംഗ്ലൂരിൽ ഇരിക്കുന്നെങ്കിൽ മനസ്സ് മുഴുക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പം തെക്ക് നട്ടേക്കുന്നത് എന്തായി, ടെറസ് നട്ടേക്കുന്നത് എന്തായി, വടക്കത്തെ എന്തായി എന്നും പറഞ്ഞിട്ട് എന്നും ചോദ്യമാണ്. ദിവസം ഒരു 4 വട്ടമെങ്കിലും വിളിച്ച് ഈ അന്വേഷണമാണ് ചെയ്യുന്നത്. 2ാമത്തെ പയർ പന്തലിൽ കയറി കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ ട്രിപ്പ് നമ്മൾ നട്ടു വെച്ചിരിക്കുകയാണ്.
ഇനി പറിച്ച് നടാനുള്ളത് നിപ്പുണ്ട്. അപ്പം അത്യാവശ്യം മഞ്ഞൾ നമ്മൾ ഗ്രോ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് കണ്ട പൂ വരുന്നുണ്ടോ? അപ്പം മഞ്ഞളിൻ്റെ പൂ കാണാത്തവർക്കായിട്ട് കണ്ട് കണ്ടോളൂ. മഞ്ഞളിൻ്റെ പൂവാണിത്. കണ്ടോ? നല്ല രസമുണ്ടല്ലോ ഈ പൂവാണ്. കൊള്ളാം. രണ്ടെണ്ണം ഫ്രണ്ടിൽ കൊണ്ടുവെക്കെ ഗാർഡനിൽ രസമുണ്ട് കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കിയേ, എന്ത് ഭംഗിയാല്ലേ. നമ്മൾ ടെറസിൽ നട്ട് നമ്മുടെ കറ്റാർവാഴ ഉണ്ടോ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പം ടെറസിൽ വെള്ളം ഒഴിക്കാനായിട്ട് നമ്മൾ മുകളിൽ തന്നെ ഒരു പൈപ്പും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താഴെ നിന്ന് നമുക്ക് വെള്ളമൊന്നും കൊണ്ടുവരണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും വെള്ളം ഒഴിക്കാനും ഒക്കെ അതിനകത്ത് കഴിയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ടെറസിലെ വിശേഷങ്ങൾ. നമ്മൾ മുകളിൽ വെള്ളമൊക്കെ ഒഴിച്ച് വളമൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടുന്ന പച്ചക്കറി നമുക്ക് കിട്ടിയിരിക്കും. കണ്ടില്ലേ, ഡെയിലി നമുക്ക് വേണ്ടുന്നതായ പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്താൽ എന്ത് നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യുക, സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ടെറസ് ടൂർ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പലതരം കൃഷികളുണ്ട് ഇവിടെയും. അപ്പോൾ അതെല്ലാം മമ്മിയുടെ കലാവിരുതുകളാണ്. അപ്പോൾ അത് മമ്മി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനുപരിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷി ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണിക്കുന്നത്. അല്ലാതെ എൻ്റെ മുറ്റത്തെ കുറേ പച്ചക്കറിയും ചെടികളും ഒക്കെ കാണിച്ചിട്ട് സന്തോഷം മാത്രം പോലെ നിങ്ങളും അതേപോലെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത്. എല്ലാവർക്കും ഒരു പ്രചോദനമാവുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടുക. അതിൻ്റെയൊക്കെ ഫോട്ടോ നമുക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ കമൻസിൽ പറയാം നിങ്ങൾക്ക് എന്തൊക്കെ പിടിച്ചു എന്തൊക്കെ പിടിച്ചില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. മമ്മി ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലോട് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.